ഹായ് ഹലോ മിഷൻ ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ. ആ വ്യക്തിയെ ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടായിരിക്കാം ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ആ വ്യക്തിയും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളായിരിക്കാം. അവരുടെ ഒരു കറണ്ട് എനർജി എന്താണ്, അവരുടെ തോട്ട് എന്താണ് എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നത്. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്തിട്ട് റെസണേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക. നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട എന്നർത്ഥം. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. പിന്നെ പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. നമ്മൾ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ 24 അവേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ റീഡിങ് കൊടുക്കാറുണ്ട്. പണം അടച്ചു കഴിഞ്ഞാൽ തന്നെ ഓൺ കോളിലായിരിക്കും. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. ഒരാളെ നമ്മൾ നിർബന്ധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോകാം. ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം. ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കാം. ഓക്കെ, ഓക്കെ, നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട്. കുറേ കാർഡൊക്കെ താഴെ പോയി, അതാണ് ഡിലേ വന്നത്. ഓക്കെ, 1 2 3 4 7 9 10 11 12 13 കാർഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ എനർജി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നിങ്ങൾ ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ പറയുന്നൊന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറച്ച് നമ്പേഴ്സ് ഞാൻ പറയാം. 10 6 8 പിന്നെയും 10 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 4 7 3 1 6 7 3 ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ കണ്ടുമുട്ടിയ ഡേയ്സോ അല്ലെങ്കിൽ ഇനി കണ്ടുമുട്ടാൻ പോകുന്നതോ ഇത്ര ദിവസത്തിനുള്ളിലോ അങ്ങനെ ഏത് സാഹചര്യം വേണമെങ്കിലും ആകാം. ഓക്കെ, പിന്നെ കുറച്ച് സോഡിയക് സൈൻ പറയുകയാണെങ്കിൽ സാജിറ്റാരിസ്, സ്കോർപിയോ, ജെമിനി റിപ്പീറ്റ് ആകുന്നുണ്ട്, ഏരീസും റിപ്പീറ്റ് ആകുന്നുണ്ട്, അക്വേറിയസ്, പിന്നെ അക്വേറിയസും റിപ്പീറ്റാണ്, ക്യാൻസർ, കാപ്രിക്കോൺ, ക്യാൻസർ ലിയോ,
ഇത്തരം സോഡിയക് സൈനുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവരുടെ എനർജി എന്താണ് എന്ന രീതിയിലാണെങ്കിൽ ഓരോരോ കാർഡായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ തീർത്തും ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഏജ് ഡിഫറൻസ്, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, പലതരത്തിലുള്ള ശാരീരികവും മാനസികമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത്, അത്തരത്തിലുള്ള എല്ലാ ഇഷ്യൂസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് വളരെ സാഡായിട്ടുള്ള സിറ്റുവേഷൻ, അതാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുമ്പോൾ നമ്മൾ ഒരു ഭാരം ചുമക്കുക, ഈ ഒരു ബന്ധത്തിനെ എന്തോ ഭയങ്കര ഫോഴ്സ്ഫുള്ളി, നമുക്ക് താല്പര്യമില്ല, നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല ഈ ഒരു ബന്ധം പോകുന്നത്, എങ്കിലും ഇതിനെ നമ്മൾ നിർബന്ധിതമായിട്ട് താങ്ങിക്കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ, അത്തരം റിലേഷൻഷിപ്പ് ആണെങ്കിൽ വിട്ട് കളയാം, അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെന്താ പറയുക, റിലീസ് ചെയ്യുക നിങ്ങളുടെ ഇതിനെ മൊത്തം. ഓവർ സ്ട്രെസ്സാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇതിനെ ചൊല്ലി, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മനസ്സിലായതാകാം. പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധത്തിനെ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേരും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിനെ മനസ്സിലാക്കി പൂർണ്ണമായും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം, നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത്. പരാജയം എന്ന് പറഞ്ഞു. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു എൻഡിങ്, ഒരിക്കലും നിങ്ങൾ വിചാരിച്ച ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ടാകില്ല. പെയിൻഫുള്ളായിട്ടുള്ളൊരു എൻഡിങ് ആണ് ഇതിന് കാണിക്കുന്നത്. ആഴത്തിലുള്ള ഒരുപാട് മുറിവുകൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം സമ്മാനിച്ചിട്ടുണ്ടാകാം. ഈ ഒരു ബന്ധത്തിൽ ചതി, വഞ്ചന, കളവുകൾ, ഒളിച്ചു വയ്ക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം. പൂർണ്ണ പരാജയമായിരുന്നു ഈ ഒരു ബന്ധം എന്ന് നിങ്ങൾ ഈ സമയം തിരിച്ചറിയുന്നുണ്ടാകാം. ഒരു പരാജയം, അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്തൊരു സംഭവം, പുറത്ത് ഒരു 10 വാളൊക്കെ കുത്തിക്കയറി കിടക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളെ പറയുന്നുണ്ട്. റിവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാർഡുകളും എല്ലാം വന്നിട്ടുണ്ട്. ഒരു സെൽഫ് ഡിസിപ്ലിൻ, അതായിരിക്കാം ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കും ആ വ്യക്തിയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ബന്ധത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡയറക്ഷൻ ഇല്ല, ഒരു കൺട്രോളില്ല, എപ്പോഴും വഴക്കും കലഹങ്ങളും പ്രശ്നങ്ങളാണ്. ഒരു കെയറോ കാര്യങ്ങളോ പരസ്പരം ലഭിക്കുന്നുണ്ടാകില്ല. ഓപ്പോസിറ്റുള്ള രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കാം. നിങ്ങളുടെ സ്വഭാവങ്ങളും പ്രവൃത്തികളും കാര്യങ്ങളും ഒന്നും ഒരാൾക്ക് പിടിക്കാത്തൊരവസ്ഥ കാര്യങ്ങളായിരിക്കാം. ഈ റിലേഷൻഷിപ്പ് അത്രയധികം എന്താ പറയുക, ഒട്ടും ഓക്കെ അല്ല, ഒരു കൺട്രോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഇതിലേക്ക് ആക്ച്വലി വേണ്ടത്, ഇതിലൊരു കാർഡിൽ ടീം വർക്കാണ് വേണ്ടത്, ഒരു കൊളാബറേഷൻ. നിങ്ങളുടെ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക, ഒരു ലേണിംഗ് ആണ് സംഭവിക്കേണ്ടതെന്നാണ് ഗൈഡൻസ് വരുന്നത്. നല്ല രീതിയിൽ ബന്ധത്തിനെ കെട്ടിപ്പതുക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്നതിനെ നിങ്ങൾ തിരിച്ചറിയുക, അതിനെ മാറ്റാൻ ശ്രമിക്കുക. അതനുസരിച്ച് ആ ബന്ധത്തിന് നല്ല രീതിയിൽ നല്ലതാണെങ്കിൽ നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണെങ്കിൽ അതിനൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു കാർഡിലും പറയുന്നില്ല. അത് നിങ്ങളുടെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ തീരുമാനങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ട്രാൻസിഷൻ്റെ ഒരു ടൈമാണ് എന്ന് തന്നെ പറയാം. ഒരു മാറ്റം വരണം. ഓക്കെ, ഒരു പൂർത്തീകരിക്കാത്തൊരു ബിസിനസ് എന്നൊരു രീതിയിലാണ് ഈ ഒരു ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ എന്താ പറയുക, ഒരുപാട് വിഷമങ്ങൾ കാര്യങ്ങൾ എല്ലാ തരത്തിലും ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്കോ അവർക്ക് തോന്നുന്നുണ്ടാകാം അതൊരു നഷ്ടപ്പെട്ട അവസരമായി, വേണ്ടായിരുന്നു, നമുക്കതിലങ്ങനെ വേണ്ടായിരുന്നു. നിങ്ങളെടുത്ത പല തീരുമാനങ്ങളുണ്ടാകാം, അത് വേണ്ടായിരുന്നു. ആ സമയത്ത് ദേഷ്യങ്ങളോ സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ കൊണ്ട് നിങ്ങളെടുത്തതായിരിക്കാം. അപ്പോൾ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പേര് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതൊരു ബാഡായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു, അതിലൊന്നും കിട്ടിയില്ല, വൺ സൈഡ് മാത്രമായിരുന്നു, ഒരു തൂമ്പേര് സ്വഭാവമായിരുന്നു എന്നൊക്കെ. എന്താണോ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ ആ ഒരു ബന്ധത്തിനെ വളർത്തിക്കൊണ്ട് പോകണം എന്നൊരു ഇതില്ല. അപ്പോഴത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമാകാം, താൽക്കാലിക ശാരീരികമാകാം, മാനസികമാകാം, താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ട്രോമ സ്റ്റേജിലോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അത്തരം സാഹചര്യങ്ങളെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ഒരു അലൈൻമെൻറ്റ് കറക്റ്റല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്താണ് നിങ്ങൾക്കുള്ള ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്ന്. ഒരു ഭയം മാത്രമാണ്, എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല.
അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഈ ബന്ധം മാറിപ്പോകുമോ എന്നുള്ള പേടികൾ നിങ്ങളെ തന്നെ കുറേ ഹൈഡാക്കി വെച്ചിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകാം. അതങ്ങനെ അത്തരത്തിലായിരിക്കാൻ പോകുന്നൊരു പ്ലാനിങ്ങോ നല്ല രീതിയിലൊരു ഇതില്ല. സേഫായിട്ട് നമ്മുടെ ഭാഗം മാത്രം നോക്കുന്ന രീതിയിൽ ബന്ധങ്ങളെ കൊണ്ടുപോകുന്നവർക്കുള്ള അവസ്ഥയായിരിക്കാം അത് പറയുന്നത്. പിന്നെ ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ അസൂയ, കണ്ണേറുകൾ, അങ്ങനെ എല്ലാ തരത്തിലും ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജീസ്, പരസ്പരം മറച്ച് വെക്കൽ, വഞ്ചനകൾ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ മറ്റു വ്യക്തികളെ കൂടെ കൊണ്ടുപോയി നടക്കുക, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതോ, ചതി, വഞ്ചന, ട്രസ്റ്റ് ഇഷ്യൂ, നമ്മൾ നേരത്തെ പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഒരു ബന്ധം ഇത്തരത്തിലായത്. ചിലപ്പോൾ ഇവർ നിങ്ങളോടൊപ്പം തന്നെ മറ്റു വ്യക്തികളായിട്ട് എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാം, ചിലപ്പോൾ ചാറ്റായിരിക്കും, എന്തും ആയിരിക്കാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. ചതി ഒരേ സമയം ഒരുപാട് പേരെ, അങ്ങനെ അത്തരം ഒരു സാധ്യതയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ഇമോഷണലി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക, സാർത്ഥത, ബ്ലാക്ക് മാജിക്, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. വഞ്ചനകൾ ഏത് തരത്തിലാവാം. ഓക്കെ, അതിനെ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ബിലീഫുണ്ട്. ഓക്കെ, എനിക്കിതിങ്ങനെ പറ്റുള്ളൂ. അതിനൊരിക്കലും നിങ്ങൾ പൊട്ടിച്ചെറിയാൻ തയ്യാറാകുന്നുണ്ടാവില്ല. റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രവൃത്തികളിലാണെങ്കിലും എന്തൊരു കാര്യത്തിലാണെങ്കിലും ആദ്യം തന്നെ നിങ്ങളുടെ റിലീസ് ചെയ്യേണ്ടത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ്. ഓക്കെ, നമ്മളെ കൊണ്ട് അതിന് പറ്റില്ല, ഇത് പറ്റില്ല, ഇതാണെന്ന് നമ്മൾ സ്വയം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന അന്ധമായ ലിമിറ്റിംഗ് പരിമിതമായിട്ടുള്ള വിശ്വാസങ്ങളെ അതിനെ പരിമിതപ്പെടുത്തി മാറ്റാൻ നോക്കുക. ഓക്കെ, കാര്യങ്ങൾ പുതിയ രീതിയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ സൈഡ് മാത്രമല്ലാതെ മറ്റുള്ളവരുടെ സൈഡിൽ നിന്നും ആ കാര്യങ്ങളെ വ്യക്തമായി വിശദമായി കാണാൻ ശ്രമിക്കുക. സ്വയം അംഗീകരിക്കുക, ഞാൻ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യത്തിന് അംഗീകരിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ഫ്രീഡത്തോടു കൂടി പെരുമാറുക, അങ്ങനെ അത്തരം കാര്യങ്ങളെയാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഹാപ്പി മെമ്മറീസ് ഉണ്ടാകാം. ഏജിലോ കാസ്റ്റിലോ വിവാഹേതര ബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നിഷ്കളങ്കമായ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകാം. നിങ്ങളുടെ ബന്ധം വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്കിതിൽ പറയാൻ മാത്രം ഇടയ്ക്കിടയ്ക്കുള്ള പ്രശ്നങ്ങൾ ഓൺ ആൻഡ് ഓഫ് അല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ടാകാം. എല്ലാം തുറന്നു പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഈ വ്യക്തി എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പറയുന്നത് നിങ്ങൾ ഇത്തരം ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുവർ വർക്കാകും. അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു സെലിബ്രേഷൻ, ജോയ്, എല്ലാ തരത്തിലും ഒരു ഹാർമണി മാരേജ്, ഒരു സന്തോഷം, ആഘോഷം, അത്തരം കാര്യങ്ങളെ ആണ് കാർഡിൽ പറയുന്നത്. 4 എന്നൊരു നമ്പർ. ഓക്കെ, ഏരീസ്, ക്യാൻസർ, ലിയോ, അതുപോലെ തന്നെ ഏരീസ് റിപ്പീറ്റ് ആയിട്ടുണ്ട്. പിന്നെ 3 എന്നൊരു നമ്പർ വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, 4 3. ഓക്കെ, ഒരു എനർജി, ഒരുപാട് പാഷനേറ്റ് ആവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോടായിരിക്കും, നിങ്ങൾ ആ വ്യക്തിയോടായിരിക്കും, ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ. ഓക്കെ, അതത്ര സാഹസികമായിട്ടാണെങ്കിലും അതിലോട്ട് അവരൊരു ഭയമില്ലാതെ അതിലോട്ടൊരു കാൽവെപ്പ് എടുത്ത് വയ്ക്കുന്നുണ്ട് എന്നാണ്, എനർജി എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ സമയം അവർ അതിനുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു പ്രോഗ്രസ്സിലോട്ട് എത്തിയിട്ടുണ്ടാകാം. ഓക്കെ, മുൻകൂട്ടി നല്ല രീതിയിൽ അതിനെ കാണുന്നുണ്ടാകാം. ഒന്നുകൂടി വിപുലീകരിക്കണം. അതേപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ, കാര്യങ്ങൾ ആ വ്യക്തി തേടുന്നതായിട്ടും കാർഡുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും കാർഡ് ഷഫിൾ ചെയ്തിട്ട് നമ്മുടെ കാർഡിൽ വന്ന എനർജി. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക, റെസണേറ്റ് ആകുന്നുണ്ടോ നോക്കാം. ഒന്നിനും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരെങ്കിലും റീഡിങ് ആവശ്യങ്ങളുണ്ടെങ്കിൽ, നെഗറ്റീവും പോസിറ്റീവും കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഉണ്ടെങ്കിൽ, ഗൈഡൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേന്.